ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടയാളമായ ബാലറ്റ് ബോക്സുകൾ പൂർണ്ണമായും ഓർമ്മയാകുകയാണ്. താലൂക്ക് ഓഫീസുകളിൽ സൂക്ഷിച്ച ഇരുമ്പ് പെട്ടികൾ ഉരുക്കി പുനരുപയോഗത്തിനുള്ള നടപടികൾ ആരംഭിച്ചു. കഞ്ചിക്കോട് ഫാക്ടറിയിലേക്കാണ് ബോക്സുകൾ എത്തിക്കുക. ജനാധിപത്യത്തിന്റെ ശ്വാസനാളങ്ങൾ കഴുത്തിൽ പേറിയ ഇരുമ്പ് പെട്ടികൾ. ഈ പെട്ടി തുറന്നപ്പോൾ ചരിത്രങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ചില ചരിത്രങ്ങൾ മായ്ക്കപ്പെടുകയും ചെയ്തു. അവയെല്ലാം ഇനി ചരിത്രം. പുതിയ രൂപത്തിൽ ഇനി ഇവയ്ക്കൊക്കെയും പുനർജനി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ പൂർണ്ണമായി പ്രാബല്യത്തിൽ വന്നതോടെയാണ് വർഷങ്ങളായി താലൂക്ക് ഓഫീസുകളിൽ ഉപയോഗമില്ലാതെ കിടന്ന പെട്ടികൾ ലേലം ചെയ്ത് ഒഴിവാക്കാൻ തീരുമാനമായത്. തളിപ്പറമ്പ് താലൂക്ക് ഓഫീസിലെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന ഇരുമ്പ് ബാലറ്റ് പെട്ടികളും കഞ്ചിക്കോട്ടെ ഇരുമ്പുരുക്ക് ഫാക്ടറിയിലേക്ക് യാത്രയാകുന്നത് അങ്ങനെയാണ്. രാജ്യത്തെ ആദ്യ പൊതുതെരഞ്ഞെടുപ്പ് മുതലാണ് ഇത്തരം ഇരുമ്പ് പെട്ടികൾ ഇന്ത്യയിൽ വോട്ടെടുപ്പിനായി ഉപയോഗിച്ചു തുടങ്ങിയത്. പിന്നീട് എത്രയോ തെരഞ്ഞെടുപ്പുകൾ, പല ചിഹ്നങ്ങൾ, പല പേരുകൾ. ഇടയ്ക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്കും മറ്റ് സൊസൈറ്റി തെരഞ്ഞെടുപ്പുകൾക്കും മാത്രമായി ഉപയോഗം. അതും മാറിയതോടെയാണ് ഇവ ഇനി സൂക്ഷിക്കേണ്ടതില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചത്. വർഷങ്ങളായി താലൂക്ക് ഓഫീസുകളിലെ മുറികളിലും കളക്ട്രേറ്റുകളിലും പൊടിപിടിച്ച് കിടക്കുകയായിരുന്ന പെട്ടികൾ മുല്ലപ്പള്ളി ട്രേഡേഴ്സ് എന്ന കമ്പനിയാണ് ലേലത്തിനെടുത്തത്. കഞ്ചിക്കോട്ടെ ഇരുമ്പ് ഫാക്ടറിയിൽ ഈ ചരിത്രം ഉരുകി രൂപം മാറും. പുതിയ ഉൽപ്പന്നങ്ങളായി നമ്മളിലേക്ക് തന്നെ എത്തും. ന്യൂസ് മലയാളം, കണ്ണൂർ.